അത് സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇത് പിൻവലിക്കാൻ പറ്റില്ല. അവർക്ക് പ്രോസിക്യൂട്ടർ മുഖാന്തരം അപേക്ഷ കോടതിയിൽ കൊടുക്കുകയും കോടതി അത് മൈൻഡ് അപ്ലൈ ചെയ്ത് ഈ പ്രോസിക്യൂട്ടർ പറയുന്നത് അല്ലെങ്കിൽ എഴുതി കൊടുത്തിരിക്കുന്നത് ശരിയാണോ എന്ന് കേസിൻ്റെ ഡയറിയും എല്ലാ രേഖകളും പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് കോടതി ഇത് പിൻവലിക്കാൻ അനുമതി കൊടുക്കുക. പിന്നെ ഒരാൾ മാത്രം ഇപ്പോൾ 10-20 പ്രതികളുള്ള ഒരു കേസാണെങ്കിൽ ഒരാളോ അല്ലെങ്കിൽ 2 പേരോ കുറ്റം ചെയ്തിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടാൽ പോലീസിന് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ കുറവ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. റൈറ്റ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇവിടെ കേസ് പിൻവലിക്കൽ സംബന്ധിച്ച അപേക്ഷ കോടതിയിലെത്തിയപ്പോൾ പരിക്ക് പറ്റിയ ഉദ്യോഗസ്ഥൻ്റെ നിലപാട് എന്താണ് എന്ന് കോടതി ആരാഞ്ഞതായി മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട്. അതിന് പരിക്ക് പറ്റിയ ഉദ്യോഗസ്ഥൻ നൽകിയ മറുപടിയിൽ കോടതി എന്ത് തീരുമാനമെടുത്താലും അത് അംഗീകരിക്കാം എന്ന മറുപടി നൽകിയതായും മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നു. ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ച സാഹചര്യത്തിൽ ഈ കേസ് പിൻവലിച്ചതിൽ ഈ 31 പേർക്കെതിരായ കേസും നമ്മളിപ്പോൾ പരാമർശിച്ച ആദർശ് അടക്കം 31 പേർക്കെതിരായ കേസും പിൻവലിക്കുന്നതിൽ കോടതിയുടേതായ ന്യായാന്യായ പരിശോധനയ്ക്ക് ശേഷം എടുത്തൊരു തീരുമാനമാകണം. തീർച്ചയായിട്ടും അങ്ങനെ കോടതി തന്നെ മൈൻഡ് അപ്ലൈ ചെയ്ത് ആ പ്രോസിക്യൂട്ടർ എഴുതി കൊടുത്ത പരാതിയിൽ അല്ലെങ്കിൽ പിൻവലിക്കാനുള്ള ആ ഹർജിയിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമാണ് കോടതി അതിന് പെർമിഷൻ കൊടുക്കുക. അങ്ങനെ കൊടുത്ത പെർമിഷനകത്ത് എന്തെങ്കിലും അപാകതകളുണ്ട്, ഇല്ലീഗാലിറ്റി ഉണ്ടെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ, ഇതിൻ്റെ വാദിക്കോ ഇതിൻ്റെ സാക്ഷികൾക്കോ തോന്നിയാൽ അവർക്ക് മേൽക്കോടതിയിൽ അപ്പീൽ കൊടുക്കാവുന്നതാണ്. റൈറ്റ്. ശ്രീ എം വി ജയരാജൻ, ഇവിടെ ഒരാളുടെ അപേക്ഷ മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മുൻപാകെ വന്നത്. അതിൽ മാനുഷിക പരിഗണനയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് തോന്നി. ഇപ്പോൾ പാലോട് രവി സംസാരിച്ചത് താങ്കൾ കേട്ട് കാണും. വളരെ മാനുഷികമായി പരിഗണിക്കേണ്ടതാണ് എന്ന് തോന്നിയതുകൊണ്ട് ആ പരാതി മുഖ്യമന്ത്രിക്ക് കൈമാറി. അതിൽ മുഖ്യമന്ത്രി ഒരു തീരുമാനമെടുത്തു. പക്ഷേ അതിനോടൊപ്പം മൊത്തം ആകെ കേസ് പിൻവലിക്കാൻ സർക്കാർ ആവശ്യപ്പെടുന്നു. കോടതി അത് പരിശോധിച്ച് യുക്തിസഹമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അത് പിൻവലിക്കാൻ അനുമതി നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു നടപടി ഉണ്ടാകുമ്പോൾ പിന്നീട് അതിൽ വിവാദമാക്കാനോ തർക്കിക്കാനോ മറ്റെന്തെങ്കിലും അവശേഷിക്കുമോ? അല്ല, ഇവിടെ UDF സർക്കാരും RSSും തമ്മിലുള്ള ബന്ധമാണ് മറനീക്കി പുറത്തു വരുന്നത്. ശ്രീ പാലോട് രവി എത്ര നിസ്സാരമായിട്ടാണ് അവതരിപ്പിച്ചത്. പാലോട് രവി ചിരിച്ചുകൊണ്ട് ആദർശനെ ന്യായീകരിക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവരെയെല്ലാം RSSകാരായ ക്രിമിനലുകളെയെല്ലാം അതുവഴി സംരക്ഷിക്കണമെന്നുള്ള സന്ദേശമല്ല നൽകുന്നത്. ഇത് തന്നെയായിരുന്നല്ലോ KNA ഖാദർ മുഖ്യമന്ത്രിക്ക് കേസ് പിൻവലിക്കാൻ വേണ്ടി ഹർജി നൽകിയത്. അന്ന് അൽ ഖയ്ദ തീവ്രവാദികളുടെ പേരിലെടുത്ത കേസ് പോലും UDF സർക്കാർ പിൻവലിച്ചല്ലോ. അപ്പോൾ ഇവിടെ വ്യക്തമാവുന്നത് പോലീസ് ഉദ്യോഗസ്ഥനെ വധിക്കാൻ ശ്രമിച്ച ഒരു ക്രിമിനൽ കേസ്, അത് സംബന്ധിച്ച് പാലോട് രവിക്ക് ബോധ്യമായ വസ്തുതകൾ പാലോട് രവിയുടെ ആഭ്യന്തരമന്ത്രിക്കോ അന്ന് തിരുവനന്തപുരത്തെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്കോ ബോധ്യമാവുന്നില്ല. അവർ ഇത് സംബന്ധിച്ച് ഗവൺമെന്റിന് കൊടുക്കുന്ന റിപ്പോർട്ട് ഈ കേസ് പിൻവലിച്ചുകൂടാ. ഇവർക്ക് ഈ ബോംബേറിൽ പോലീസ് ഉദ്യോഗസ്ഥനെ പരിക്കേൽപ്പിക്കുന്നതിൽ 1 വർഷത്തോളം ആ പോലീസ് ഉദ്യോഗസ്ഥൻ ചികിത്സ തേടി പുറത്തു നിൽക്കുന്നതിൽ പങ്കുണ്ട്. അത് പിൻവലിച്ചാൽ തെറ്റായ സന്ദേശമാണ് നൽകുക. വിചാരണ നടക്കുകയാണ്. ഇവിടെ കോടതി തെളിവുകളും വസ്തുതകളും പരിശോധിച്ചുകൊണ്ട് നിരപരാധികളായി പ്രഖ്യാപിച്ചതല്ല. സർക്കാർ കോടതിയുടെ തെളിവ് പരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഒരു RSS ക്രിമിനലിനെ രക്ഷപ്പെടുത്തുകയാണ്. അതുവഴി 32 ക്രിമിനലുകൾ രക്ഷപ്പെടുന്നു. ഇനി വാദത്തിന് സമ്മതിക്കാം. പാലോട് രവി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ആദർശെന്ന പോലീസിൽ ചേരാനിരിക്കുന്ന പോലീസിനെ കൊല്ലാൻ നോക്കിയ പ്രതി നിരപരാധിയാണെന്ന് നമുക്ക് കണക്കാക്കാം. എന്നാൽ മറ്റുള്ള പ്രതികളെ എന്തിന് രക്ഷപ്പെടുത്തി? ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇവിടെ ബഹുമാനപ്പെട്ട അഭിഭാഷകൻ പറഞ്ഞതുപോലെ ആദർശ നിരപരാധിയാണെങ്കിൽ ആ റിപ്പോർട്ട്
കോടതിയിൽ കൊടുക്കാമായിരുന്നു, ആദർശനെ ഒഴിവാക്കാമായിരുന്നു. അത് ചെയ്യാതെ എല്ലാ ക്രിമിനലുകളെയും രക്ഷപ്പെടുത്തുക വഴി RSSനെയാണ് സംരക്ഷിക്കുന്നത്. അത് മാനുഷിക മുഖം BJPക്ക് നൽകുന്ന, RSSന് നൽകുന്ന രാഷ്ട്രീയമാണ്. അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈകഴുകിയത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ അറിയില്ല. ഇന്നത്തെ ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പറഞ്ഞു, എൻ്റെ കാലത്തല്ല. അപ്പോൾ UDF മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഒഴിച്ചുള്ള 2 ആഭ്യന്തരമന്ത്രിമാരായി ഇരുന്നവരും ഇപ്പോഴുള്ളവരുമായ 2 പേരും പറയുന്നു ഞങ്ങളറിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം RSSന് ക്രിമിനലുകൾക്ക് മനുഷ്യമുഖം നൽകാനുള്ള രാഷ്ട്രീയ കളിയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ശ്രീ പാലോട് രവി, ഇവിടെ ശ്രീ MV ജയരാജൻ ചൂണ്ടിക്കാണിക്കുന്നത് പോലെ, അതുപോലെ അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ സംസാരിച്ചത് താങ്കൾ കേട്ട് കാണും. ഏതെങ്കിലും ഒരാൾ, കേസിൽപ്പെട്ട ഒരാൾ നിരപരാധിയാണ് എന്ന് പോലീസിന് ബോധ്യപ്പെടുകയാണെങ്കിൽ പോലീസിന് തന്നെ കോടതിയെ സമീപിച്ച് അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടിരിക്കുന്നു, അത് റിപ്പോർട്ട് ചെയ്യുന്നു, അദ്ദേഹത്തെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെടാവുന്നതേ ഉള്ളൂ. ഒരാളുടെ കാര്യത്തിൽ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ ബാക്കി 30 പേരെയും ഒഴിവാക്കാനായി ഒരു തീരുമാനമെടുത്താൽ അതിന് പിന്നിൽ ചില രാഷ്ട്രീയം ആരോപിക്കപ്പെട്ടാൽ അത് തെറ്റാണോ? ജയരാജന് ഞാൻ മറുപടി പറയുകയല്ല. ഞാൻ വളരെ വസ്തുതമായി സത്യസന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞത്. കാരണം ഇയാൾ ഈ പയ്യൻ RSS, ഈ ആദർശ് എന്ന് പറയുന്ന കുട്ടി RSSും BJP ഒന്നും അല്ല. ഇയാൾ 100% നിരപരാധിയാണ്. ഇയാൾ തലേ ദിവസം വരെ അയാൾ മാരകമായ മുറിവ് പറ്റി അയാൾ കിടക്കുകയായിരുന്നു. അയാളുടെ കാലൊടിഞ്ഞു പോയി. അയാൾ അവിടെ വരുന്നത് ഈ സർട്ടിഫിക്കറ്റുമായി പരീക്ഷ എഴുതാനുള്ള അനുവാദം വാങ്ങുന്നതിന്, യൂണിവേഴ്സിറ്റിക്ക് വാങ്ങുന്നതിന് വേണ്ടിയാണ് ഈ കോളേജിൽ. ഈ 23-ാം തീയതി മാത്രമേ 3 മാസത്തിനിടയിൽ ആ കോളേജിൽ വന്നിട്ടുള്ളൂ. ശ്രീ പാലോട്, ആദർശിന്റെ കാര്യത്തിൽ താങ്കൾ ഉന്നയിക്കുന്ന വാദങ്ങൾ മുഖവിലക്കെടുത്താൽ തന്നെ ആ ഒരു വ്യക്തിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് മാനുഷിക പരിഗണന നൽകണമെങ്കിൽ സർക്കാരിന് അല്ലെങ്കിൽ പോലീസിന് നടപടിക്രമങ്ങൾ വേറെ സ്വീകരിക്കാൻ സാധിക്കുമായിരുന്നു. ഇത് മുഖ്യമന്ത്രി ഇന്ന് വിശദീകരിച്ചതുപോലെ ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ ബാക്കി 31 പേർക്കെതിരെയും കേസ് പിൻവലിക്കണമായിരുന്നു എന്ന വാദമല്ല അഭിഭാഷകർ നിരത്തുന്നത്. അറസ്റ്റ് ചെയ്ത സമയം മുതൽ എങ്ങനെ അയാൾക്ക് ജാമ്യം കിട്ടിയത്? ഈ സർട്ടിഫിക്കറ്റ് കൊണ്ട് കൊടുത്തപ്പോൾ ആദ്യം ഇയാൾക്ക് ആ ജാമ്യം കിട്ടിയത്. അത് കാരണം ഈ കോടതിക്ക് അല്ലെങ്കിൽ ഇയാൾ ജാമ്യം കിട്ടും. ഇയാളെ അറസ്റ്റ് ചെയ്ത സമയത്ത് തന്നെ ഈ സർട്ടിഫിക്കറ്റുകളുമായിട്ട് ചെന്ന് അന്നത്തെ അഭിഭാഷകൻ ചെന്ന് കോടതിയിൽ വാദിച്ചപ്പോൾ അയാൾക്ക് ജാമ്യം കിട്ടി. തുടർന്നാണ് മറ്റുള്ളവർക്ക് ജാമ്യം കിട്ടുന്നത്. അപ്പൊ ഇയാൾ എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പ് കയറി ഇറങ്ങി. അപ്പോഴെല്ലാം 7 വർഷം അന്വേഷണം നീണ്ടു എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടി ഹൈക്കോടതിയിൽ പോവുക. കാരണം പോലീസിൽ കിട്ടിയ ജോലി എങ്ങനെയെങ്കിലും ഇയാളുടെ കൂടെയുള്ള മുഴുവൻ ആളുകളെയും ട്രെയിനിങ്ങിന് വിളിച്ചു. മുഴുവൻ ആളുകളെയും. ഞാൻ ചോദിച്ചത്, ആദർശിന്റെ കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് സർക്കാർ എടുത്തുന്നത് ന്യായീകരിച്ചാൽ തന്നെ ബാക്കിയുള്ളവരുടെ കേസ് എന്തുകൊണ്ട് പിൻവലിച്ചു എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കില്ലേ? അല്ല ജയരാജ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് ആരും വന്നിട്ടില്ല വേറെ സംരക്ഷിക്കണമെന്നോ. എനിക്കിത് ഉത്തമ ബോധ്യം വന്നതുകൊണ്ട്, എനിക്ക് ഈ കുട്ടിയെ അറിയാമെന്നുള്ളത് കൊണ്ട്, ഈ കുട്ടി RSSകാരനല്ലാത്തത് കൊണ്ട് ഞാനതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അവിടുത്തെ അറിയപ്പെടുന്ന യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് ഈ കുട്ടിയുമായി എൻ്റെ അടുത്ത് വന്ന് ഞാൻ ഈ റെക്കോർഡുകൾ മുഴുവനും വെരിഫൈ ചെയ്തതിന് ശേഷം കേസ് പിൻവലിക്കണമെന്നല്ലല്ലോ. ഈ കുട്ടിയുടെ നിരപരാധിത്വം ഇത് അന്വേഷിച്ച് ബോധ്യപ്പെടണം. ഈ കുട്ടി ഇതിൽ നിന്ന് ഒഴിവാകണം. ഈ കുട്ടിക്ക് തിരിച്ച് ജോലി കിട്ടണം. ഇയാള് കുറ്റവാളി അല്ല, ഇയാൾ നിരപരാധിയാണ്. ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അയാളുടെ അപേക്ഷ ഫോർവേഡ് ചെയ്യുകയായിരുന്നു. റൈറ്റ് ശ്രീ പാലോട് രവി. MS കുമാർ, ഇവിടെ MV ജയരാജൻ ആരോപിക്കുന്നത് പോലെ ഒരാളുടെ കാര്യത്തിൽ അയാൾ കുറ്റക്കാരനല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഒഴിവാക്കുന്നതിന് നിയമപരമായ തടസ്സങ്ങളൊന്നുമില്ലെന്നിരിക്കെ ബാക്കി 30 പേരെ കൂടി ഒഴിവാക്കാൻ സർക്കാർ ഒരു തീരുമാനമെടുക്കുന്നു. ദൃശ്യങ്ങളുള്ള, വ്യക്തമായ ചിത്രങ്ങളുള്ള, ആ സംഭവത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ ലഭ്യമാണെന്നിരിക്കെ ഇങ്ങനെ ഒരു തീരുമാനം സർക്കാർ എടുക്കുമ്പോൾ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് എന്ന് CPM ആരോപിച്ചാൽ അതിൽ തെറ്റു പറയാൻ സാധിക്കുമോ? യാതൊരു രാഷ്ട്രീയ താല്പര്യവുമില്ല എന്ന് CPMകാർക്ക് തന്നെ അറിയാം. കാരണം കേരളത്തിൽ RSSനെതിരെ, BJPക്കെതിരെ, ABPക്കെതിരെയുള്ള ഏക കേസൊന്നുമല്ല ഇത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും 100 കണക്കിന് കള്ളക്കേസുകൾ ഈ പ്രസ്ഥാനങ്ങൾക്കെതിരെ ഉണ്ട്. ഈ ഒരു കേസ് മാത്രം പിൻവലിച്ചാൽ ഞങ്ങൾക്ക് ഇങ്ങനെ ആഹ്ലാദവും അമിതമായ സന്തോഷമൊന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. ഇത് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു ഉദ്ദേശമുണ്ട്. ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെയായി RSSന് ഗൂഢബന്ധമുണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടത് അവർക്ക് ഇപ്പോഴാവശ്യമാണ്. അത് രാഷ്ട്രീയ ആവശ്യമാണ്. ആ പൊളിറ്റിക്സിലേക്കാണ് ഞാൻ വന്നത്.
അതായത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ സമ്മേളനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ ഭീഷണി അവർ തന്നെയാണ്. ഇപ്പോൾ അവരുടെ അണികളാണ്. അവരുടെ അണികളിൽ നിന്ന് കൂട്ടമായി കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ അക്രമത്തിൽ പ്രതിഷേധിച്ച്. അതിനെ അവർക്ക് തടുത്തു നിർത്താൻ ഈ കതിരൂർ മനോജ് വധക്കേസിൽ അവർക്ക് ഉത്തരവാദിത്വമില്ല എന്ന് വരുത്താൻ RSSും ഇപ്പോഴത്തെ സർക്കാരും തമ്മിൽ ഒത്തുകളിച്ചൊരു കേസുണ്ടാക്കുകയാണ് എന്ന് അവിടെ സ്ഥാപിക്കാനാണ് ഈ കേസ് പിൻവലിച്ചതിൻ്റെ പിന്നിലെല്ലാം അവർ ഈ ബന്ധങ്ങൾ ആരോപിക്കുന്നത്. ശ്രീ ജയരാജൻ തന്നെ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞത് RSSും ഈ സർക്കാരും തമ്മിലുള്ള ബന്ധം ഇതിൽ തെളിയുന്നുവെന്നാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു മനുഷ്യത്വ മുഖം. സത്യത്തിൽ എനിക്ക് ചിരി വരുന്നത് ജയരാജൻ തന്നെ അത് പറഞ്ഞു കേൾക്കുമ്പോൾ. പോലീസ് സ്റ്റേഷനിൽ കടന്ന് ചെന്നൊരു DYSPയുടെ മുഖത്ത് നോക്കി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില അവയവങ്ങളിൽ കമ്പിപ്പാര കയറ്റി കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഈ ജയരാജൻ നടത്തിയത് നമ്മളെ ഈ എല്ലാ മലയാളികളും കണ്ടതാണ്. ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയാകുന്നതിൻ്റെ ഏതാനും മാസം മുമ്പാണ് പോലീസ് സ്റ്റേഷനിൽ കയറി ഇതിനകത്ത് കയറി ഞാൻ ബോംബുണ്ടാക്കുമെന്ന് പറഞ്ഞത്. അവർക്കെല്ലാം ഇപ്പോൾ പോലീസുകാരോടും പോലീസ് സ്റ്റേഷനോടുമൊക്കെ ആദരവ് വരുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രീ ജയരാജനെ ഓർമ്മിപ്പിക്കുന്നത്, ഒരു കേസ് പിൻവലിച്ചതുകൊണ്ട് RSSനും ABVPക്കും BJPക്കും ഒന്നും വലിയ ആശ്വാസവും ആഹ്ലാദവും ഒന്നും ഉണ്ടാകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പിൻവലിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ നടത്തി എന്ന് പറയുന്നത് ശുദ്ധ വങ്കത്വമാണ്, യുക്തിക്ക് നിരക്കാത്തതാണ്, കേരളത്തിലെ ആരും വിശ്വസിക്കാൻ പോകാത്തതുമാണ്. ശ്രീ MV ജയരാജൻ, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ MS കുമാറിൻ്റെ ആരോപണത്തിന് അർത്ഥമേറെയാണ്. അല്ല, ശ്രീ MS കുമാർ അങ്ങനെയേ പറയാൻ പാടുള്ളൂ. അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ, ഒരു കേസ് പിൻവലിച്ചാൽ അവർക്കൊരു പ്രശ്നവുമില്ല. കാരണം ലക്ഷക്കണക്കിന് ക്രിമിനൽ കേസുകളാണ്, ലക്ഷക്കണക്കിന് കൊലക്കേസുകളാണ്, അതിൽ പ്രതികളാണവ. പിന്നെ DYSPക്ക് കമ്പിപ്പാര കയറ്റു എന്നല്ല ഞാൻ പറഞ്ഞത്. DYSP ഒരു ചെറുപ്പക്കാരൻ്റെ മലദ്വാരത്തിൽ കമ്പിപ്പാര കയറ്റി. അതിൻ്റെ കേസ് കുമാറിൻ്റെ വിവരത്തിലെ അറിയിക്കാൻ വേണ്ടി ഞാൻ പറയുക, കണ്ണൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുകയാണ്. മിക്കവാറും മാസത്തിലൊരിക്കൽ ആ DYSP ആ സ്വകാര്യ കേസിൽ പ്രതിക്കൂട്ടി കയറുന്നുണ്ട്. ഇവിടെ കമ്പിപ്പാര കയറ്റിയത് ഞാനല്ല പറഞ്ഞത്, അത് കമ്പിപ്പാര കയറ്റിയത് DYSPയാണ്. അത് തെറ്റിപ്പോയി അദ്ദേഹത്തിന്. ഞാൻ ബോംബുണ്ടാക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞിട്ടില്ല, അത് സുധാകരനാണ്. DCC ഓഫീസിൽ 3 തരം ബോംബുണ്ട്. 1-ാം തരം ബോംബ് ആളെ കൊല്ലുന്ന ബോംബ്, 2-ാം തരം ബോംബ് ആളെ ഭീഷണിപ്പെടുത്തുന്ന ബോംബ്, 3-ാം തരം ബോംബ് ആളെ കൊല്ലൂല അപായപ്പെടുത്തുന്ന ബോംബ്. അതുകൊണ്ട് ഞാൻ അത്തരത്തിലുള്ള ഒരാളല്ല എന്ന് ശ്രീ MS കുമാറിന് നന്നായി അറിയാം. പിന്നെ ഇവിടുത്തെ പ്രശ്നം, കേസ് പിൻവലിക്കുമ്പോൾ ഇവരാരും ഉത്തരം പറയാത്ത അവശേഷിക്കുന്ന മാധ്യമം കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ അലട്ടുന്ന വിഷയം, ആദർശം നിരപരാധിയാണെങ്കിൽ പോലും എന്തിനു 31 കേസിലെ പ്രതികളെ രക്ഷപ്പെടുത്തി? ഒരു കാര്യം സത്യമാണല്ലോ, ആ പോലീസ് ഉദ്യോഗസ്ഥന് ബോംബേറിൽ പരിക്കുപറ്റി, 1 കൊല്ലം ചികിത്സിച്ചു. അദ്ദേഹത്തിന് ലോക്കൽ പോലീസിൽ പിന്നീട് സേവനമനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ വിജിലൻസിലാണ് അദ്ദേഹം ഉള്ളത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെ RSSൻ്റെ സ്വയംഭരണ റിപ്പബ്ലിക്കായ തിരുവനന്തപുരത്ത് MG കോളേജിൽ ആയുധപുരയാക്കി ബോംബെറിഞ്ഞ് കൊല്ലാൻ നോക്കിയ കേസാണ്. എന്നിട്ട് അതിൽ ഒരു പ്രതിയെ കേരള പോലീസിലെടുക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പ്രതിയായ എങ്ങനെയിരിക്കും? അദ്ദേഹം പോലീസിൽ ചേർന്നാൽ എങ്ങനെ വരും? ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, ശ്രീ പാലോട് രവി അദ്ദേഹം സമർത്ഥമായി ഒഴിഞ്ഞു മാറുകയാണ്. ഞാൻ ഈ കേസിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് കണ്ടെത്തണമെന്നേ ഹർജിയിൽ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ഹർജി കൊടുത്തത്. പക്ഷെ മുഖ്യമന്ത്രി പിൻവലിക്കാനാണ് ഉത്തരവിട്ടത്. പാലോട് രവി പറഞ്ഞതുപോലെ അന്വേഷിച്ചു. അതിന് അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ട് കൊടുത്തു. ഇതിൽ ഈ ആദർശ് ഉൾപ്പെടെ പ്രതിയാണ്, അവർക്കെതിരെ തെളിവുണ്ട്, അവരുടെ കയ്യിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന അന്വേഷണ റിപ്പോർട്ട് പോലീസ് കൊടുത്തു. അപ്പോൾ പാലോട് രവിയുടെ ഹർജിയിൽ പറയുന്ന കാര്യം അന്വേഷിച്ച് പോലീസ് റിപ്പോർട്ട് കൊടുത്തിട്ടും അത് തള്ളിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഈ ആദർശനെ 31 സഹ കുറ്റവാളികളെ കുറ്റവിമുക്തരാക്കി വിടുന്നത്. അപ്പോൾ നിരപരാധികളെ വേട്ടയാടുന്ന സർക്കാർ കുറ്റവാളികളെ രക്ഷിക്കാൻ RSSന് വേണ്ടി ചെയ്യുക.